മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെന്റൽ ക്ലിനിക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടം 3 കാറുകൾ തകർന്നു. ആളപായമില്ല. വിവരങ്ങളുമായി രമ്യ ദാസാണ് ചേരുന്നത്. രമ്യ, എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഡെന്റൽ ക്ലിനിക്കിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? സ്വാതി, കാലപ്പഴക്കത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാലപ്പഴക്കത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ മതിലിടിഞ്ഞു വീണിട്ടുള്ളത്. കാരണം ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. കാരണം വളരെ ശോചനീയമായിട്ടായിരുന്നു ഈ മതിൽ കുറേ ദിവസങ്ങളായി ഇവിടെ തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ മതിൽ താഴേക്ക് പതിച്ചത്. ഈ മേഖല എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. ഇത്തരത്തിൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ ഈ കല്ലും അതുപോലെ തന്നെ ഈ മതിലിന്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി പതിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറുകൾക്കാണ് നാശനഷ്ടം, ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടി തകർന്നിട്ടുണ്ട് നാശനഷ്ടങ്ങൾ വന്നത്. ഈ സമയം ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വൻ അപകടമാണ് ഒഴിവായത്. കുറേ ദിവസങ്ങളായി ഈ മതിൽ ഇത്തരത്തിൽ ഈ ശോചനീയമായി നിൽക്കുകയായിരുന്നു. അത്തരത്തിലാണ് ഇത്തരത്തിൽ ഈ വൈകിട്ടോടുകൂടി ഈ മേഖലയിലെ ഈ മതിൽ ഈ വാഹനങ്ങളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. ഈ ഭാഗത്ത് ഈ പ്രദേശവാസികളായ നിരവധി പേർ ഇപ്പോഴുണ്ട്. കാരണം അപ്പോൾ ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ മാത്രമായിരുന്നു ഈ മേഖലയിൽ നിർത്തിയിട്ടിരുന്നത്. അതിനാൽ തന്നെയാണ് വൻ അപകടം ഒഴിവായെന്ന് നമുക്ക് പറയാം. ഈ മേഖലയിൽ ആളുകളുണ്ട്. അവർ ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇവർ. ചേട്ടാ, എന്തായിരുന്നു ഈ സംഭവം? ഇതൊരു 7 മണിയാകുമ്പോൾ 2 വണ്ടി ഇവിടെ നിർത്തിയിട്ടിരുന്നു. അന്നേരം 2 വണ്ടിന്റെ മുകളിലേക്കും മതിലൊന്നായിട്ട് വീണതാണ്. അതിൽ 2 വണ്ടിക്കും നല്ല പരിക്കുണ്ട്. അപ്പോൾ വണ്ടികളൊന്നായിട്ട് ഫയർഫോഴ്സ് വരുന്നതിന് മുന്നേ നമ്മൾ തന്നെ ഫയർഫോഴ്സ് വന്നതിന് മുന്നേ നമ്മൾ തന്നെ കല്ലൊക്കെ എടുത്ത് ഒഴിവാക്കി. ഈ മതിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു? അത് കുറെ കാലമായി, ഒരു 2 വർഷത്തിലേറെ ഇതിന് കംപ്ലൈന്റ് കൊടുത്തിട്ടു. ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി അവിടെ വെക്കും, നമ്മൾ പറയും കുട്ടികളോട് ശ്രദ്ധിച്ച് പോകാൻ പറയും. പിന്നെ കുട്ടികളെ കുറെ അഭാഗത്തൂടെ കടത്തി വിടില്ല. കസ്കോ നമ്മളിവിടെ ഉണ്ടെങ്കിൽ ചില വണ്ടിക്കാരോട് പറഞ്ഞാൽ പോലും മൈൻഡ് ചെയ്യൂല. ഈ സമയത്ത് ഇവിടെ ഈ വാഹനങ്ങളിലെ ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുണ്ടോ? ഇല്ല, 2 വണ്ടിയിൽ ആളില്ലേ. ഒരു 2 വണ്ടി സൈഡാക്കി ആ ഒജീം ബേക്കറിയിൽ പോയത്. അത് വരുമ്പോഴത്തേക്ക് തന്നെ വണ്ടിൻ്റെ ഉള്ളിൽ വീണ് നല്ല പരിക്കുണ്ട് 2 വണ്ടിക്ക്. പിന്നെ ആൾക്കൊന്നും പരിക്കില്ല. പിന്നെ നമ്മളെല്ലാം പാടെ ഒഴിവാക്കി നല്ല വണ്ടിൻ്റെ മുകളിൽ വണ്ടീൻ്റെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടിപ്പിക്കുന്നു. അതുപോലെ എല്ലാം പാടെ ഇവരും എല്ലാം പാടെ വന്നുകൊണ്ട് ഒഴിവാക്കിയാണ് വണ്ടി പോയത്. വണ്ടി ഇപ്പോൾ വീട്ടിൽ കൂടെ പ്രസാബിക്ക് എടുത്ത് പോയിട്ടുണ്ട്. വണ്ടിൻ്റെ അകത്ത് ഒരു ഗർഭിണിയായിരുന്നു ഉണ്ടായിരുന്നത്. വണ്ടിക്കകത്ത് ആളുകളുണ്ടായിരുന്നു. വണ്ടിന്റെ ഓണർ, അതായത് വണ്ടിൻ്റെ അകത്ത് ഒരു ഗർഭിണിയായിരുന്നു. വണ്ടി നിർത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മതിലിടിഞ്ഞ് വീണത്. കല്ല് ഈ വണ്ടിന്റെ മേലേക്കാ വന്ന് വീണത്. നേരെ മറിച്ച് അവരില്ലായിരുന്നെങ്കിൽ വണ്ടിൻ്റെ അകത്താണെങ്കിൽ അവരെ മേലാണ് കല്ല് പതിക്കാറുള്ളത്. ഈ കഴിഞ്ഞ വർഷവും ഇതിന്റെ ഈ ഭിത്തിയുടെ എൻഡിൽ ഒരു വലിയ വലിയ പാറ കല്ല് വീണതാണ് താഴോട്ട്, ഈ റോട്ടിലേക്ക് വീണതാണ്. അന്നും പരാതിപ്പെട്ടിട്ടായിരുന്നു. ഇന്നിപ്പോ ഇത് വീണ സമയത്ത് പകലായിരുന്നെങ്കിൽ ഈ ക്യാമ്പസ് സ്കൂളിലെ കുട്ടികൾ അതിൽ അകപ്പെടുകയും മേഖലയിൽ കുട്ടികളും ഒക്കെ ധാരാളം ഉണ്ടാവുന്ന ഒരു സ്ഥലം. സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ആളുകൾ ഈ പകലും രാത്രിയിലെല്ലാം നടന്നു പോണ ആളുകൾ. ഇപ്പൊ ഇതിന്റെ ഭിത്തിന്റെ അടിയിൽ ആള് ഉണ്ടോന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ആ ഒരു അവസ്ഥയാണ് അപ്പൊ ഭിത്തി കിടക്കുന്നത്. സ്വാതി, തീർച്ചയായും ഈ മേഖല കാരണം മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഈ മതിലിടിഞ്ഞതിന് സമീപമുള്ളത്. അതിനാൽ തന്നെ ഈ മേഖലകളിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ അവിടെ പാർക്കിംഗ് ഫുള്ളായാൽ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഈ സമീപത്തെ റോഡുകൾ തന്നെയാണ് നിർത്തിയിരുന്നത്. അപ്പോൾ ഈ മേഖലയിലും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാകുന്ന മേഖലയാണ്. അത്തരത്തിൽ ഇന്ന് 2-3 വാഹനങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ മതിലിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ പ്രദേശവാസികൾ പറയുന്ന പോലെ ആ വാഹനത്തിലൊരു ഗർഭിണിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ
ആ വാഹനം നിർത്തി അടുത്തുള്ള കടകളിലേക്ക് പോയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ മതിലിടിഞ്ഞു വീണത്. അതിനാൽ തന്നെ സമീപത്ത് ആളുകൾ ഇല്ലാതായതിനാൽ തന്നെയാണ് വൻ അപകടം ഒഴിവായെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കല്ലുകൾ ഉൾപ്പെടെ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഇത് ഈ വാഹനങ്ങളുടെ മുകളിലേക്ക് തന്നെയാണ് പതിച്ചിട്ടുള്ളത്. അതുതന്നെ ഈ വാഹനങ്ങളുടെ ചില്ലുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തെല്ലാം ചിതറിക്കിടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് വൻ അപകടമാണ് ഈ ഭാഗത്ത് ആളുകളില്ലാത്തതിനാൽ ഒഴിവായത് തന്നെ നമുക്ക് പറയാൻ കഴിയും. സ്വാതി. രമ്യ, അതുതന്നെയാണ് വളരെ ഗൗരവകരമായിട്ടുള്ള സംഭവമാണ്. എന്തോ ഭാഗ്യത്തിനാണ് ആളുകൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ്. ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം, അവിടേക്ക് ആളുകൾ വരാതിരുന്നത് കൊണ്ട് മാത്രം വലിയ അപകടം ഉണ്ടായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെന്റൽ ക്ലിനിക്കിന്റെ മതിലാണ് ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. 3 കാറുകൾ തകർന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഒരു മതിൽ ഇടിഞ്ഞു വീഴാറായതാണ് എന്ന് നേരത്തെ തന്നെ നാട്ടുകാരെല്ലാം അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല, ആളപായം ഉണ്ടായിട്ടില്ല. ആ വിവരങ്ങളാണ് രമ്യ നൽകിയത്.